1986-ൽ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിൽ ആരംഭിച്ച കൂട്ടുകെട്ടിലൂടെ മലയാളത്തിന് ലഭിച്ചത് ഒരു പിടി നല്ല ചിത്രങ്ങളാണ്. റാഞ്ചി റാവു സ്പീക്കിംഗ്, ഇൻ ഹരിഹർ നഗർ, ഗോഡ്ഫാദർ, വിയറ്റ്നാം കോളനി, കാബൂളിവാല എന്നിങ്ങനെ നീണ്ടുപോകുന്നു ഹിറ്റുകളുടെ ലിസ്റ്റ്. 1993-ൽ ഇറങ്ങിയ കാബൂളിവാലയിലൂടെ സിദ്ദീഖ് ലാൽ കൂട്ടുകെട്ട് തിരക്കഥാ സംവിധാനത്തിൽ അവസാനിച്ചുവെങ്കിലും 1999-ലെ ഫ്രണ്ട്സ് വരെ സിദ്ദീഖ് സംവിധാനത്തിലും ലാൽ നിർമ്മാണത്തിലും സഹകരിച്ചു. പിന്നെ ഈ കൂട്ടുകെട്ടിൽ ചിത്രങ്ങൾ പിറന്നില്ല. ദിലീപിനെ നായകനാക്കി ഔസേപ്പച്ചൻ നിർമ്മിക്കുന്ന കിങ് ലെയറിലൂടെ വീണ്ടും ഇവർ ഒന്നിക്കുന്നു. ആ ഒരു പഴയ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആകുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് തോന്നലുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു നിമിത്തം പോലെ ഞങ്ങളുടെ ആദ്യ പടത്തിനും നിമിത്തമായത് ഔസേപ്പച്ചനായിരുന്നു. ഇപ്പോഴും ഒരു പടം നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യണമെന്നൊരു നിമിത്തം പോലെ പറഞ്ഞുകൊണ്ട് വന്ന ഔസേപ്പച്ചനാണ്. ഇതിൻ്റെ വിജയം അല്ലെങ്കിൽ ഇതിൻ്റെ സക്സസ് എന്നൊക്കെ പറയുന്നത് പ്രേക്ഷകരുടെയും ദൈവത്തിൻ്റെയും കയ്യിലാണ്. നമ്മൾ അതിനുവേണ്ടി ജോലിയെടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, കഠിനമായി ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട്. അവരുടെ സിനിമകൾ നമ്മൾ എന്നും സന്തോഷിപ്പിച്ചിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒത്തുചേരൽ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ആ സിദ്ദിഖ് ലാൽ സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയതിൽ ഞാൻ ദൈവത്തിനോടും പ്രേക്ഷകരോടും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും. പ്രേമത്തിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ മഡോണ സെബാസ്റ്റ്യനാണ് നായിക. കേരളത്തിലും ദുബൈയിലുമായാണ് ചിത്രീകരണം. റിലീസിംഗ് തീയതി തീരുമാനിച്ചിട്ടില്ല. മീഡിയ 1 കൊച്ചി.